മാഹി ചാലക്കരയിലെ കാസിനോ മുസ്തഫ ഹാജിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആദ്യം സ്വാഗതം ചെയ്യുന്നത് കുറെ പ്രാവുകളാണ്. മുറ്റം നിറയെ പ്രാവുകൾ. ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്റെ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയ നാട്യങ്ങളില്ലാത്ത നാട്ടുംപുറത്തുകാരൻ. എല്ലാത്തിനുമപ്പുറം തനിക്ക് ചുറ്റുമുള്ളവരെ ചേർത്തു പിടിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തകൻ. വീടിന്റെ മുറ്റം നിറയെ ആയിരക്കണക്കിന് ചാക്ക് അരി, പഞ്ചസാര, ചായപ്പൊടി എല്ലാം എത്തിക്കഴിഞ്ഞു. അതെ, 2025 ജനുവരി 2 കാസിനോ മുസ്തഫ ഹാജിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് 3000-ലേറെ നാട്ടുകാർക്ക് കൊടുക്കാനുള്ള കിറ്റുകൾ നിറയ്ക്കാനാണ് ഇവ എത്തിച്ചിരിക്കുന്നത്. എന്തായി ബർത്ത്ഡേ എന്തിനാ ഇങ്ങനെ കൊടുക്കുന്നത്? കാരണം സാധാരണ നിങ്ങളൊക്കെ ബർത്ത്ഡേ ഉണ്ടാക്കുന്നതിന് വീട്ടിൽ കേക്ക് മുറിക്കുക, ആൾക്കാരെ വിളിച്ചിട്ട് ഫുഡ് ആഘോഷിക്കുക, ഡാൻസ് ആടുക, ഇതൊക്കെയാണല്ലോ. എന്ന് ഞാനിതല്ല. എനിക്ക് രാജാതിരാജൻ എന്നെ ലോകത്ത് അയച്ചു. ഇനിവരെ എന്നെ സംരക്ഷിച്ച രാജാതിരാജനാണ്. അപ്പം ഞാൻ നിസ്കരിക്കുക, ഞാൻ നോമ്പ് നോക്കാന്ന് അത് എനിക്ക് മാത്രമേ ഉള്ളൂ. അതല്ല വേണ്ടി ഞാൻ റൊട്ടേഷൻ മറ്റുള്ളവർക്ക് എന്ത് കിട്ടിയതിനെ കൊണ്ട് ആർക്കെന്താ കിട്ടിയത് അതാണ് നോക്കുക അല്ല ഈശ്വരൻ. കാരണം നമ്മളുണ്ടാക്കി തിന്ന് അതല്ല കുറച്ചാളാ. ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ തെറ്റുകാരനുണ്ട്. ഞാൻ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷം വേണം. ഞാൻ ഒരു ആഘോഷം കൊണ്ടാടുന്നില്ല, അറിയുന്നതിൽ അറിയാതെ. എനിക്കിവിടെ വന്ന നിങ്ങൾക്ക് കാണുന്ന ഒരു പ്രാർത്ഥന വരെ എനിക്ക് ഉണ്ടാവില്ല. ആയിരത്തി 1984 മുതൽ ഇത്തരം സാധനങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി എല്ലാവരും ഇവിടെ വരും. എല്ലാം തരുന്നത് പടച്ചവനാണെന്ന് മുസ്തഫ ഹാജി പറഞ്ഞു. ഒരു ബോർഡ് വെക്കൂ, ഇത്ര ദിവസം അന്ന് കാണാൻ ജനങ്ങൾ വരുന്നത് കൊള്ളു. എന്നിട്ട് അന്ന് പിന്നെ കാരണം ഇവിടെ രാവിലെ 7 മണിക്കെല്ലാം വന്ന് കാട് കൊടുക്കുന്ന ഒരു ദിവസം കഴിഞ്ഞതിന് പ്രാവശ്യം ബോർഡ് വെച്ചിരുന്നു. 26-ാം തീയതി ബോർഡ് കൊടുക്കുന്നുണ്ട്. രാവിലെ സ്വഭയംസ്കരി എണീച്ചപ്പോൾ 5:10 5:15 5 സൗണ്ട് കേൾക്കുന്നു ഗേറ്റിൻ്റെ അപ്പുറത്ത്. ഞാൻ ചെന്ന് നോക്കും, 10-20 ആൾ. 6 മണി ആയി, 5:30 ആയിട്ടുള്ളൂ. അങ്ങനെ ഗേറ്റ് തുറന്ന് എല്ലാവരും മുറ്റത്തിരുത്തിച്ചിട്ട് ഞാൻ ഭാര്യൻ്റെ ഓർമ്മ ചായക്ക് വെള്ളം വെക്കുമെന്ന് പറഞ്ഞു. ചായക്ക് വെള്ളം വെച്ച്, കാരണം അവർ വീട്ടിൽ ഒന്നും കുടിക്കാണ്ട് വന്നതായിരിക്കും. അങ്ങനെ ചായക്ക് വെള്ളം വെച്ച് നോക്കുമ്പോൾ 10-60 ആളായി. എല്ലാവർക്കും ചായയും എന്താ ഉള്ളതിന് കൊടുത്തവർക്ക്. പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് ആവശ്യമായ ധനസഹായം, വീടില്ലാത്തവർക്ക് വീട്, രോഗികൾക്ക് ചികിത്സാ സഹായം, അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ദൈവികതയുടെ മുഖമുണ്ടെന്ന് കാണിച്ചു തരികയാണ് ഈ മനുഷ്യസ്നേഹി.